വ്യാകുലമാതാവേ നിന്നുടെ ഗർഭം വാരിന്റെ വേദനയായി മാറി. കാൽവരിക്കുന്ന് കരഞ്ഞപ്പോൾ ജീവിതത്തിലെ വ്യാകുലങ്ങളിൽ ഞാൻ നോക്കി ആശ്വസിക്കുന്ന, എന്നെ നോക്കി ആശ്വസിപ്പിക്കുന്ന വാത്സല്യത്തിൻ്റെ മാതൃരൂപം, ഹൃദയം ചാലിച്ചെഴുതിയ കാവ്യശില്പം, കുരിശിൻ്റെ ചുവട്ടിലെ പരിശുദ്ധ അമ്മയുടെ തേങ്ങലുകൾ പാടിപ്പൂർത്തീകരിക്കാത്ത ഒരു താരാട്ടുപാട്ടായിരുന്നു. കുരിശുകൾ ഓരോന്നും ഏറ്റെടുക്കുമ്പോഴും വ്യാകുലങ്ങൾ ഓരോന്നും ഹൃദയം പിളർക്കുമ്പോഴും ആ താരാട്ടുപാട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നു. അനാഥത്വത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും കുരിശുകളിൽ നിന്ന് ഇറക്കപ്പെടുമ്പോഴും എന്നെ കാത്തിരിക്കുന്ന അമ്മ വാത്സല്യം. പിയാത്തേ. AD 1794 തൃശൂർ പട്ടണത്തിന്റെ മുഖ്യ ശില്പിയായ ശക്തൻ തമ്പുരാൻ മഹാരാജാവ് 52 ക്രൈസ്തവ കുടുംബങ്ങളെ സമീപ പ്രദേശങ്ങളിൽ നിന്നും തൃശ്ശിവപേരൂരിൽ കുടിപാർപ്പിച്ചു. 1814 തൃശൂർ പട്ടണത്തിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയവും ഇടവകയും പരിശുദ്ധ വ്യാകുല മാതാവിൻ നാമത്തിൽ സ്ഥാപിതമായി. എന്നാൽ ചരിത്രഗതിവിഗതികളിൽ ഈ ദേവാലയം കത്തോലിക്കർക്ക് നഷ്ടപ്പെട്ടു. അതിനു പകരം പട്ടണത്തിന്റെ അതിർത്തിയിൽ തന്നെ പുതിയൊരു ദേവാലയം പണിയുവാൻ തൃശൂരിലെ കത്തോലിക്കർ ആഗ്രഹിച്ചു. 1925 ഒക്ടോബർ 10 തൃശൂർ രൂപതാധ്യക്ഷൻ മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി ഇപ്പോഴത്തെ ദേവാലയത്തിന് മുൻവശത്തുണ്ടായിരുന്ന സ്കൂൾ കെട്ടിടത്തിൽ താൽക്കാലിക സംവിധാനങ്ങൾ ചെയ്ത് പുതിയ ദേവാലയത്തിന് ആരംഭം കുറിച്ചു. 1929 ഡിസംബർ 21 തൃശൂർ പട്ടണത്തിലെ ഇപ്പോഴത്തെ പരിശുദ്ധ വ്യാകുല മാതാവിൻ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. 1940 നവംബർ 24 11 വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷം ഗോതിക് ശില്പ മാതൃകയിലുള്ള ഏഷ്യയിലെ ഏറ്റവും വലുതും സുന്ദരവുമായ ഈ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി നിർവഹിച്ചു. 1978 തളരാത്ത തീക്ഷ്ണതയുള്ള വിശ്വാസികളുടെ ഈ സമൂഹത്തെ ഇടവകയായും 1980 ഫൊറോനയായും ഈ ദേവാലയത്തെ മാർ ജോസഫ് കുണ്ടുകുളം തിരുമേനി ഉയർത്തി. 1992 മെയ് 20 സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറ പരിശുദ്ധ വ്യാകുല മാതാവിൻ ദേവാലയം ബസിലിക്കയായി പ്രതിഷ്ഠിച്ചു. 2001 സെപ്റ്റംബർ 15 അതിരൂപത മെത്രാപ്പോലിത്ത മാർ ജേക്കബ് തൂങ്കുഴിയുടെ കൽപ്പന പ്രകാരം ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്കയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഗോത്തിക് ശില്പകലയിൽ രൂപകൽപ്പന ചെയ്ത ഈ ദേവാലയം 25,000 ചതുരശ്ര അടി വിസ്താരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധ വ്യാകുല മാതാവിന്റെയും 12 ശ്ലീഹന്മാരുടെയും മാലാഖമാരുടെയും സാന്നിധ്യം കൊണ്ട് ദൈവീകത നിറഞ്ഞു നിൽക്കുന്ന പ്രധാന അൾത്താര. പരിശുദ്ധ വ്യാകുല മാതാവിന്റെ 7 വ്യാകുലങ്ങളെയും 4 സുവിശേഷകന്മാരെയും ചിത്രീകരിക്കുന്ന പ്രധാന അൾത്താരയുടെ മുകളിലെ ഡോം മനോഹരമായ ചിത്രപ്പണികളാലും വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളാലും അനുഗ്രഹീതമായ 15-ൽ പരം ഉപ അൾത്താരകളും കപ്പേളകളും. ഗോത്തിക് ശില്പകലയിൽ മരത്തിൽ കൊത്തിയെടുത്ത പ്രധാന ബലിപീഠം. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തൃശൂർ സന്ദർശന വേളയിൽ ഉപയോഗിച്ച സിംഹാസനവും പ്രസംഗപീഠവും. സപ്തസ്വരം പുറപ്പെടുവിക്കുന്ന പള്ളിമണികൾ. ഇത് തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്ക തീർത്ഥ കേന്ദ്രത്തിന് മാത്രം സ്വന്തമായ പ്രത്യേകതകൾ.